കോട്ടയത്തിൻ്റെ സ്വന്തം നാടൻ പന്തുകളി ഈ പവിഴ മണ്ണിൽ 2019 മുതൽ ഇവിടെ ആരംഭിച്ചു. നമ്മൾ കോട്ടയം നേറ്റീവ് ബോൾ അസോസിയേഷൻ എന്ന പേരിലാണ് ഇവിടെ ആരംഭിച്ചത്. ഇപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള എല്ലാ ജില്ലയിൽ നിന്നുള്ള കളിക്കാർ നമ്മളുമായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ നമ്മളത് മാറ്റി കേരള നേറ്റീവ് ബോൾ അസോസിയേഷൻ എന്ന പേരിൽ സ്വീകരിക്കുകയും ഇപ്പോൾ പുതിയതായിട്ട് കടന്നു വന്ന ആൾക്കാരും പഴയ സീനിയേഴ്സ് ആൾക്കാരും തമ്മിൽ ഒരു ലെജൻഡ്സ് ട്രോഫി ഇന്നിവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്കിങ്ങനെ ഒരു കളി നടത്താൻ പറ്റിയതിലും ഞാൻ അഭിമാനിക്കുന്നു. നമ്മൾ കേരള നേറ്റീവ് ബോൾ ആക്കിയതിനു ശേഷം ഇവിടെ നമ്മുടെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആളുകളും നമുക്കിവിടെ കളിക്കാൻ വരുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയിലും ഇവിടെ നമുക്ക് അതിമനോഹരമായ കളികളാണ് വരുന്നത്. പുതിയതായിട്ട് കളിക്കാൻ വരുന്നവർക്ക് KNDA ഗ്രൗണ്ടിൽ എത്തിച്ചേരാവുന്നതാണ്. ഈ പന്തുകളെ പറ്റി പറയുകയാണെങ്കിൽ ഇത് തോൽപ്പന്താണ്. ഏകദേശം 400 വർഷം പാരമ്പര്യമുള്ള ഒരു കായിക വിനോദമാണ് ഈ നാടൻ പന്തുകളി. ഇത് ഇങ്ങനെ ഒരു പൗരമണ്ണിൽ ഇത്ര വാശിയേറിയ ആവേശത്തോടെ ഇവിടെ ഇങ്ങനെ പങ്കെടുക്കാൻ പറ്റുന്നതിലുള്ള സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ എത്തിക്കുവാൻ എബിയുടെ കരങ്ങളിൽ തന്നെയാണ്. എബിയെ വീണ്ടും ഞങ്ങൾ ഈ KNDA ഫുള്ളായിട്ട് എബിയെ ഏൽപ്പിച്ചിരിക്കുന്നു. നമ്മുടെ എല്ലാവിധ പബ്ലിസിറ്റിയും എബി ചെയ്യുമെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. താങ്ക് യു. വളരെ സന്തോഷം. എല്ലാ ആശംസകളും നേരുന്നു. ലെജൻഡ്സ് കപ്പ് ഞങ്ങൾക്ക് വേണ്ടിയാണ്. ഇത്തവണ ഞങ്ങൾ അതെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ജോണി വെട്ടുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ജോണി വെട്ടുന്നു. പിടിയൻ 3 അത് അതിമനോഹരമായ വെട്ടിവിട്ട പന്തിനെ നേരിടുന്നു മാത്യൂസ്. അടിച്ചെങ്കിൽ തിരിച്ചു നേരിടുന്നു ബിബിൻ. അതിമനോഹരമായുള്ള കാലടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാരുടെ 3ാമത് കളിക്കാരൻ വരുന്നു. അവസാന വരയിലെ 3ാമത് കളിക്കാരൻ വരുന്നു നസീം. പിടിയൻ 3 വെട്ടുന്നു. അതിമനോഹരമായി വെട്ടിവിട്ടിരിക്കുന്ന പന്തിനെ നേരിടുന്നു രഞ്ജിത്ത് അതിമനോഹരമായി വെട്ടിയത്. വിഷ്ണു അത് നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് ആ ക്യാച്ച്. മികച്ച കൈവെട്ടുകാരനുള്ള ട്രോഫി കരസ്ഥമാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ബിബിൻ വരുന്നു. പിടിയൻ 3 വെട്ടുന്നു. ബിബിൻ അതിമനോഹരമായി വെട്ടിവിട്ടിരിക്കുകയാണ്. അതിനെ നേടുന്നു രഞ്ജിത്ത്. കുരുവിള പൊക്കി അടിച്ചിരിക്കുകയാണ്. ദൗർഭാഗ്യവശാൽ അത് തിരിച്ചടിച്ചു. അതിനെ തിരിച്ച് നേരിടുന്നു അനിൽ നേരിട്ട് വന്നതിന് 5ാമത് കളിക്കാരൻ വെട്ടുന്നു നോബി. പിടിയൻ 3 അവസാന കളിക്കാരൻ വെട്ടുന്നു. പിടിയൻ 3 വെട്ടിയിരിക്കുകയാണ്. അതിനെ നേരിടുന്നു രഞ്ജിത്ത് കുരുവിള. അതിമനോഹരമായി തിരിച്ചടിച്ച് അതിനെ സൂപ്പർ ക്യാച്ചിലൂടെ നസീം കരസ്ഥമാക്കിയിരിക്കുകയാണ്. സംസാരിക്കേണ്ടതാണ്. താളം 1 നോബി വെട്ടുന്നു. താളം 1 അവസാന വരയില് 5ാമത് കളിക്കാരൻ വെട്ടുന്നു. താളം 1 അതെ അതിമനോഹരമായി വെട്ടം അനിൽ അടിച്ച് കളഞ്ഞ് ഔട്ടിലോക്കി കളഞ്ഞിരിക്കുകയാണ്. താളം 2 അവസാന വരയിൽ 5ാമത് കളിക്കാരൻ നോബി വെട്ടുന്നു. താളം 2 അതിമനോഹരമായി നോബി വെട്ടിവിട്ടിരിക്കുകയാണ്. അതിനെ നേരിടുന്നു രഞ്ജിത്ത് അതിമനോഹരമായി അടിച്ച പന്തിനെ ജോണിച്ചായൻ അതിമനോഹരമായി തിരിച്ചടിച്ചെങ്കിൽ അനിലിന് കയ്യിലൊതുക്കാറായില്ല. അങ്ങനെ 1 പോയിന്റ് കൂടെ നേടിക്കൊടുത്തിരിക്കുകയാണ്. താളം 3 6ാമത് കളിക്കാരൻ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 6ാമത് കളിക്കാരൻ വെട്ടുന്നു. താളം 3 1 പോയിന്റ് കൂടി എടുത്താൽ സമക്കളിയിലേക്ക് എത്തുന്നതാണ്. അത് അതിമനോഹരമായി താളം വെട്ടിവിട്ടിരിക്കുകയാണ്. അതിനെ നേരിടുന്ന രഞ്ജിത്ത് അതിമനോഹരമായി തിരിച്ച് ഷിജോ അതിനെ അതിമനോഹരമായി വെട്ടിയെങ്കിൽ അടിച്ചുവിട്ട് 1 പോയിന്റ് കൂടെ കരസ്ഥമാക്കിയിരിക്കുകയാണ്. കീഴൊന്ന് അങ്ങനെ സമം കളിയിലെത്തിയിരിക്കുകയാണ്. കീഴൊന്ന് സൂപ്പർ അതിഗംഭീരമായ കളി നടക്കിയ ലാസ്റ്റ് വരയില് 6ാമത് കളിക്കാരൻ വെട്ടുന്നു. കീഴൊന്ന് അതിവാശിയിൽ ഏറിയിരിക്കുകയാണ്. ഇതാ വെട്ടുന്നു. കീഴൊന്ന് വെട്ടിയിരിക്കുകയാണ്. ഇതാ കീഴൊന്ന് തിരിച്ചടിച്ചിരിക്കുന്നത് ഷിജോ അടിച്ചെങ്കിൽ അത് ഔട്ടിലേക്ക് പോയിരിക്കുകയാണ്. കളിക്കാരൻ മണികണ്ഠൻ വെട്ടുന്നു. കീഴൊന്ന് ലാസ്റ്റ് വരയിലെ അവസാന കളിക്കാരൻ
ആദ്യ കളിക്കാരൻ വെട്ടുന്നു. ആദ്യ കളിക്കാരൻ മണികണ്ഠൻ കീഴൊന്ന് വെട്ടി ബേബി നേരിട്ട് തിരിച്ചു നേരിട്ടിരിക്കുക. ആദിവാസിയരെ കളി ഇവിടെ നടന്ന് തിരിച്ചു നേരിടുന്നു. ചോദിച്ച അതിമനോഹരമായി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. രഞ്ജിത്ത് നേരിടുന്നു. ഒരാളുടെ കൈവിട്ടുകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിവാസിയേറിയ കളിയാണ്. ലെജൻസ് കപ്പ് ട്രോഫിക്ക് വേണ്ടി അതിവാസിയേറിയ മത്സരം. രണ്ടാമത്തെ കളിക്കാരൻ വെട്ടുന്നു. രഞ്ജിത്ത് കുരുവിള. ഇതാ ഞങ്ങൾ ഒരു പോയിന്റും കൂടെ എടുത്ത ലെജൻസ് കപ്പ് ഉയർത്താനുള്ള ശ്രമത്തിലാണ്. ഇതാ നേരിടുന്നു. ജോണിച്ചാൻ നേരിടുന്നു. അതിമനോഹരമായി തിരിച്ചടിച്ച് വന്നിനെ വേടുന്നു. അനിൽ അടിച്ചെങ്കിലും മിസ്സായിരിക്കുകയാണ്. ഒരാടെ വെട്ടുകൂടെ. മൂന്നാമത് കളിക്കാരൻ സഞ്ജു വെട്ടുന്നു. കീഴൊന്ന് സഞ്ജു വെട്ടുന്നു. കീഴൊന്ന് അതാ വെട്ടിയിട്ടിരിക്കുന്നതിന് അതിമനോഹരമായി തിരിച്ചടിച്ചത് അനിലടിച്ചത് ഫൗളായിരിക്കുകയാണ്. ഫൗൾ കീഴ് വെച്ച് വിജയിപ്പിക്കണമെന്നാണ് അവരുടെ ടീം മെമ്പേഴ്സിന്റെ ആഗ്രഹം. ഇതാ നിറവേറ്റാൻ പോവുകയാണ് മോബി. ഇതാ കീഴൊന്ന് അനിൽ വെട്ടുന്നു. കീഴൊന്ന് അവരെ മികച്ച കൈവെട്ടുകാരൻ അനിൽ കീഴൊന്ന് വെട്ടിരിക്കുകയാണ്. അതിനെ തിരിച്ചടിച്ച് അതിമനോഹരമായി തിരിച്ചടിച്ചു. ഒരാളുകൂടെ വെട്ട് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അതിവാസിയേറിയ കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അഞ്ചാമത് കളിക്കാരൻ വെട്ടുന്ന ഓൾഡ് സീനിയേഴ്സിന് പിടിയൻ ഒന്ന്. ഇതാ കീഴൊന്ന് വെട്ടി ഫൗളായിരിക്കുകയാണ്. അത് അവസാന ട്വിസ്റ്റിലേക്ക് കളി വന്നിരിക്കുകയാണ്. നമ്മുടെ ആറാമത് കളിക്കാരൻ വെട്ടുന്നു. കീഴൊന്ന്. വാശിയേറിയ കളിയാണ് നടന്നിരിക്കുന്നത്. ഒരു പോയിന്റ് എടുത്താൽ അവർക്ക് ജയിക്കാം. ആറാമത് കളിക്കാരൻ അനീഷ് വെട്ടുന്നു. കീഴൊന്ന്. ഇതാ അനീഷ് വെട്ടി അതിമനോഹരമായി വെട്ടിവിട്ടതിന് ഷിജു അതിമനോഹരമായി ഇതാ കേന്ദ്രയുടെ അഭിമാന താരം ഷിജു പൊക്കിയടിക്കാനുള്ള ട്രോഫി കരസ്ഥമാക്കാന്ന് പറഞ്ഞു. ഷിജോ അതിഉഗ്രൻ വാശിയേറിയ കളി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ നമ്മുടെ മോബിച്ചായൻ കീഴ് വെട്ടാൻ വരികയാണ്. കീഴ് ഒറ്റ പോയിന്റിൽ വിജയം. ഒറ്റ പോയിന്റിൽ ഇതാ നിറവേറുമായി നിൽക്കുന്ന മോബിച്ചായൻ വരുന്നു. അതിനാ തിരിച്ചടിച്ചിരിക്കുകയാണ്. ഔട്ടായിരിക്കുകയാണ്. അങ്ങനെ സമകളിയിൽ നിന്നിരിക്കുകയാണ്. ടീം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യം വരുന്നു ബിബിൻ. കീഴൊന്ന് വെട്ടാൻ വരുന്നു ബിബിൻ. കീഴൊന്ന്. ഇതാ ബിബിൻ അതിമനോഹരമായി വെട്ടാൻ വരുന്നു. കീഴൊന്ന് വെട്ടിയിരിക്കുകയാണ്. അതിനെ അനേഷ് കയ്യിലൊതുക്കിയിരിക്കുകയാണ്. ആദ്യ വെട്ടുകാരന്റെ വെട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. കീഴൊന്ന്. രണ്ടാമത്തെ കളിക്കാരൻ ഷിജോ വെട്ടുന്നു. കീഴൊന്ന്. അതിമനോഹരമായി വെട്ടിവിട്ടിരിക്കുകയാണ്. അത് ദൗർഭാഗ്യവശാൽ കളത്തിൽ നേരിടാൻ പോയില്ല. അത് കറക്റ്റ് ആയിട്ട് അതിൽ കടന്നിരിക്കുന്നു. മൂന്നാമത് കളിക്കാരൻ വെട്ടുന്നു വിഷ്ണു. അവർക്ക് കഴിഞ്ഞ വരയിലെ 2 പോയിന്റുകൾ തുടർച്ചയായി വെട്ടിയെടുത്ത വിഷ്ണു ഇത് അവർക്ക് വേണ്ടി ജീവൻ പകരിക്കാൻ വന്നിരിക്കുകയാണ്. കീഴൊന്ന് അതിമനോഹരമായി വെട്ടിയിട്ടിരിക്കുന്നു. രഞ്ജിത്ത് നേരിടുന്നു. ഇതാ തിരിച്ച് ബിബിൻ അതിമനോഹരമായി തിരിച്ചടിച്ചിരിക്കുകയാണ്. അതാ അതിവാശിയേറെ കളി തിരിച്ചതാ മോബി നേരിടുന്നു. മോബി അതിമനോഹരമായി അടിച്ചതിന് ഷിജോ അടിച്ചു കളഞ്ഞിരിക്കുകയാണ്. അതിന് സൂപ്പറായിട്ട് ഒരു പോയിന്റ് നേടിക്കൊടുത്തിരിക്കുകയാണ്. അവസാന വരയിലെ 6ാമത് കളിക്കാരൻ വരുന്നു. കീഴ് 2. ലൈൻ റഫറിമാർ നിതിൻ, അനന്തു, കണ്ണൻ, ജിതിൻ. കീഴ് 2 അതിമനോഹരമായ വെട്ടിയതിനെ രഞ്ജിത്ത് നേരിട്ടെങ്കിൽ ഔട്ടിലോട്ട് പോയിരിക്കുകയാണ്. കീഴ് 3. ജോണി. കീഴ് 1. ആദ്യ കളിക്കാരൻ രഞ്ജിത്ത് വെട്ടുന്നു. കീഴ് 1. രഞ്ജിത്ത്. കീഴൊന്ന് വെട്ടുന്നു. രഞ്ജിത്ത് വെട്ടിയിരിക്കുന്നു. 1 പോയിന്റ് കേട്ടിരിക്കുന്നു. പിടുത്തക്കാരനെ മറിച്ചുകൊണ്ട് 1 പോയിന്റ് നേടിയിരിക്കുന്നു. കീഴ് 2.
രഞ്ജിത്ത് വെട്ടുന്നു. കീഴ് 2 പോയിന്റ് അകലെ വിജയം. ആദ്യത്തെ കളിക്കാരൻ വെട്ടി കയ്യിലെടുത്തിരിക്കുകയാണ്. ആശിഷ് കയ്യിലൊതുക്കി ഒരാളെ വിട്ട് നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. കീഴ് 2. അനിൽ വെട്ടുന്നു. കീഴ് 2. അവസാന അനിൽ കീഴ് അതിമനോഹരമായി വിട്ടതിനെ ജോണിച്ചായൻ നേരിടുന്നു. അതിമനോഹരമായി ജോണിച്ചായൻ തിരിച്ചടിച്ചതിനെ രഞ്ജിത്ത് തിരിച്ചടിച്ചിരിക്കുകയാണ്. അതിനെ നേരിടുന്നു. നോബി തിരിച്ചടിച്ചിരിക്കുകയാണ്. അതിനെ അദർഭാഗ്യശാല ഔട്ടിൽ പോയി. അങ്ങനെ സമക്കളിയിലെത്തിയിരിക്കുകയാണ്. കീഴ് 3 അനിൽ വെട്ടുന്നു. കീഴ് 3 അതിമനോഹരമായി അനിൽ വെട്ടിവിട്ട പന്ത് നേരിടുന്നു. വിഷ്ണു അതിനെ നേരിട്ടെങ്കിലും ഔട്ടിലോട്ട് പോയിരിക്കുകയാണ്. വിജയിച്ചിരിക്കുകയാണ്. ലെജൻസ് ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള ട്രോഫി ഓൾഡ് സീനിയേഴ്സ് സ്വന്തമാകുകയാണ്. 2 ടീമുകൾക്കും അതിമനോഹരമായി കളിച്ച 2 ടീമുകൾക്കും അഭിനന്ദനങ്ങൾ. ഇന്ന് നടന്ന ലെജൻഡ് ട്രോഫി മത്സരത്തിൽ ഓൾഡ് സീനിയർ ടീം വിജയിച്ചതായിട്ട് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അൽ അലി ക്ലബിന്റെ ഫുട്ബോൾ കോച്ചും സ്പോർട്സ് വിങ്ങിന്റെ ലീഡറുടെ ആയ അബ്ബാസ് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. പ്ലീസ് വെൽക്കം അബ്ബാസ്. KNB മൈതാനിയിൽ നടന്ന ലെജൻഡ്സ് കപ്പ് ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള ഫൈനൽ മത്സരമാണ് നടന്നത്. അതിൻ്റെ വിജയികൾക്കുള്ള സമ്മാനദാന ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. warm welcome our chief guest Mr. Abbas Ahmad. He is the present Al Hilali Club football coach. Welcome sir to our. Thank you for accepting our invitation. Yeah, we are thankful to you at your presence today here. അടുത്തതായി നമ്മുടെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നു സാമൂഹിക പ്രവർത്തകനും പത്തനംതിട്ട പ്രവാസി അസോസിയേഷൻ്റെ രക്ഷാധികാരിയുമായ മോനിച്ചായനെ ഞാൻ ഈ സ്വാഗതത്തിലേക്ക് വെൽക്കം ചെയ്യുന്നു. നമ്മുടെ KNBയുടെ പ്രസിഡന്റ് മോബി കുര്യാക്കോസിനെ വെൽക്കം ചെയ്യുന്നു. നമ്മുടെ ചെയർമാൻ രഞ്ജിത്ത് കുരുവിലെ സ്വാഗതം ചെയ്യുന്നു. വൈസ് പ്രസിഡന്റ് ഷിജോ സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനായി മോബി കുര്യാക്കോസിനെ ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. അബ്ബാസ് അഹമ്മദ് انت يجي يوم وزن في انا كل نفر يجي منك هذه 400 سنه قبل هذه سوى بتل هذه في هذه جيم الحين انت يجي بس اول هذا تشوف انت هذه جيم انت زين انت يجي انا اعرف انت بحرين اهلي كلب انت في مني كوتش زين انت وايد زين انا يجي يوم انت انا سوى كلام انت يجي ما في مشكله انت شكرا انا يجيني നമ്മുടെ ഭാഷ അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് അവരുടെ ഇതിൽ നിന്ന് അവർക്ക് ഇത് ചെയ്തത്. ആദ്യമായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന പ്രത്യേകിച്ചുള്ള നമ്മുടെ അബ്ബാസ് അഹമ്മദിനുള്ള നന്ദി ഈ സമയം രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു കളി 400 വർഷം പാരമ്പര്യമുണ്ടെന്ന് ആദ്യം തന്നെ സൂചിപ്പിച്ചു. അത് ഈ പവിഴ മണ്ണിൽ ഇങ്ങനെ ഒരു അവസരം തന്നതിന് ആദ്യമായി ദൈവത്തിനോട് നന്ദി, അതോടെ ഇവിടുത്തെ ഈ ഭരണാധികാരികളോടുള്ള നന്ദി ഈ സമയം രേഖപ്പെടുത്തുകയാണ്. ഈ കേരള നെറ്റി ബോൾ അസോസിയേഷൻ്റെ പ്രായം കൂടിയവരും അതുപോലെ തന്നെ അവർക്ക് പ്രായം കൂടിയെങ്കിലും അവരുടെ കായിക ആവേശം ഒട്ടും ചോരാതെ വണ്ണം ഇവിടെ ഇങ്ങനൊരു മത്സരം ഒരുക്കിയ സംഘാടകർക്കും എല്ലാവർക്കുമുള്ള പ്രത്യേക നന്ദി ഈ സമയം രേഖപ്പെടുത്തിയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന നമ്മുടെ അനുചായനെ പ്രത്യേകിച്ച് മോനിച്ചായനെ നമ്മൾ സ്വാഗതം ചെയ്തത് നമ്മൾ കേട്ടു. മോനിച്ചായൻ നമ്മുടെ ഈ ഒരു പേര് തന്നെ നമ്മുടെ ചേഞ്ചസ് വരുത്തിയപ്പോൾ തന്നെ നമുക്ക് എല്ലാ സപ്പോർട്ടുകളും പ്രത്യേകിച്ച് പത്തനംതിട്ട അസോസിയേഷൻ്റെ എല്ലാ പലതര ചാരിറ്റി പ്രവർത്തനങ്ങളുമായി ഈ ബഹ്റിൻ്റെ പ്രദേശത്ത് അനേകം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ വിളിച്ചപ്പോൾ തന്നെ നമ്മുടെ ഒരു മടിയും കൂടാതെ ഓടിയെത്തിയ മോനിച്ചായനുള്ള പ്രത്യേക നന്ദി സമയം രേഖപ്പെടുത്തിയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ ചെയർമാന്, സെക്രട്ടറി, അതുപോലെ എക്സിക്യൂട്ടീവ് മെമ്പർ, വൈസ് പ്രസിഡന്റ് എല്ലാവരും ഉണ്ട്. അതുപോലെ തന്നെ പറയാതെ ഇന്ന് അതോടൊപ്പം തന്നെ ഇന്ന് മത്സരിച്ച ഇരു ടീമുകളും വളരെ വാശിയേറിയ മത്സരമാണ്. നമ്മൾ 4 വര മത്സരമാണ് നടത്തിയെങ്കിലും ആ മത്സരത്തിൽ ഒരു വരയും കൂടെ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കുറച്ചും കൂടെ
ഒരു ആവേശം ഇന്ന് പകരുവാൻ കഴിഞ്ഞു. പന്തുകളി പ്രേമി എന്ന നിലയിൽ എല്ലാവർക്കും ഈ സമയം നന്ദി രേഖപ്പെടുത്തിയാണ്. അതോടൊപ്പം Thanks for you on this day to me. There was a nice match and congratulations Orange team. I don't know what they call. Thank you. ശുക്രാൻ. താങ്ക് യു ഫോർ ദ അബ്ബാസ് മുഹമ്മദ്. അടുത്തതായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന നമ്മുടെ മോനിച്ചായനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. 2 വാക്ക് സംസാരിക്കുവാൻ വേണ്ടി മോനിച്ചായനെ ക്ഷണിക്കുന്നു. Good evening to you all. Especially welcome to Mr. Abbas Ahmed. മറ്റേ കടന്നു വന്ന എല്ലാവരും, എസ്പെഷ്യലി പ്രത്യേകിച്ചും എടുത്തു പറയാനുള്ളത് കളിക്കാരായിട്ട് ഇന്ന് രംഗത്തുണ്ടായിരുന്ന ആൾക്കാരെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അവരവരുടെ മെയ്യും കാലും നോക്കാതെ തന്നെയാണ് കളിച്ചതെന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ കണ്ടു മനസ്സിലാക്കി. വളരെ ഭംഗിയായിട്ട് കളിച്ചു. ഇതിൽ ജയവും തോൽവി എന്നുള്ളതല്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എത്രയും ഭംഗിയാക്കി മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതിലാണ് നമ്മൾ എപ്പോഴും ഊന്നൽ കൊടുക്കേണ്ടത്. ജയം, ഒരു കുഞ്ഞ് സ്കൂളിൽ പോയില്ലെന്നുണ്ടെങ്കിൽ അത് അടുത്ത ക്ലാസ്സിലേക്ക് ജയിച്ചു പോകില്ല. അത് പോയെങ്കിലേ പറ്റത്തുള്ളൂ. അവിടെ മാത്രമേ പോകുന്നൊരു കുഞ്ഞ് ചിലപ്പോൾ തോറ്റന്നിരിക്കുക. പക്ഷേ അത് പോകണം, പോയി മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക. അതുപോലെ തന്നെയാണ് ഈ കളിയിൽ വന്ന് പങ്കെടുത്ത് ജയവും തോൽവിയും അത് 2-2. ജയിക്കുന്നവർ മറ്റുള്ളവരിൽ നിന്നും അനുമോദനങ്ങൾ ഏറ്റുവാങ്ങും കൂടുതലായിട്ട്. എന്നാൽ തോറ്റവരും അതുപോലെ തന്നെ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങുന്നവരാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾ കളിക്കാൻ എതിർഭാഗത്തുണ്ടെങ്കിൽ മാത്രമേ മറ്റൊരാൾ ജയിക്കത്തുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് എല്ലായ്പ്പോഴും ഇതിന് പുറമോട്ട് പോകാതെ വളരെ ഭംഗിയായിട്ട് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് വേണ്ടി നേരുന്നു. വീണ്ടും ഭംഗിയായിട്ട് നടത്തുവാനായിട്ട് ഇതിൻ്റെ പ്രസിഡന്റിനെയും ചെയർമാനെയും മിസ്റ്റർ എബിയെയും എല്ലാവരെയും, ഇതിൻ്റെ കമ്മിറ്റിയുള്ള എല്ലാവരെയും ഒരുപോലെ ശക്തരാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സന്തോഷം ആദ്യം തന്നെ ഞാൻ അറിയിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏലിയാസ് കുരുവിള മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫി കളിക്കുവാനും അത് നേടുവാനും അതെൻ്റെ അപ്പൻ്റെ പേരിലുള്ള ട്രോഫിയാണ്. അത് നേടുവാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷമാണ്. ഈ അവസരത്തിൽ ഉണ്ടാകാതെ, എൻ്റെ അപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ എവിടെ കളി ഉണ്ടെങ്കിലും ഓട്ടോറിക്ഷ പിടിച്ചോ വണ്ടി പിടിച്ചോ പുള്ളി പോയി അത് കണ്ടിരിക്കും. അത്രയ്ക്ക് ഈ കളിയോട് ആത്മാർത്ഥതയായിട്ടുള്ള സ്നേഹവും ഭയങ്കര സ്പിരിറ്റുമായിരുന്നു എൻ്റെ അപ്പന്. അപ്പൻ്റെ പേരിൽ നാട്ടിൽ വെച്ച് എനിക്ക് നടത്തുവാൻ സാധിച്ചില്ല. ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഈ പവിഴ മണ്ണിൽ, അതും സീനിയേഴ്സിന് വേണ്ടിയും ബിഗിനേഴ്സിന് വേണ്ടിയും നടത്തിയ ഈ കപ്പ് നടത്തുവാനായിട്ട് സാധിച്ചതിലും അതിൽ വിജയം നേടുവാൻ സാധിച്ചതിലും പ്രത്യേകം സന്തോഷമുണ്ട്. അത് ഞങ്ങൾ ഈ കളി അടുത്ത സീസണിൽ ഒരു ഇന്റർനാഷണൽ ടൂർണമെന്റ് നടത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പം നമ്മുടെ മോനിച്ചായനും അതുപോലെ തന്നെ അബ്ബാസിനോടുള്ള സപ്പോർട്ടുകൾ നമുക്ക് ആവശ്യമാണ്. എന്നുവെച്ചാൽ ഈ പവിഴ മണ്ണിൽ വളരെയധികം നിയമ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തതിന് ശേഷമേ നമ്മൾ നല്ല രീതിയിലുള്ള ഒരു ടൂർണമെന്റ് നടത്താൻ സാധിക്കത്തുള്ളൂ. അപ്പം അത് നടത്തുവാനായിട്ടുള്ള സപ്പോർട്ട് ഈ അവസരത്തിൽ മോനിച്ചായനോട് ഞാൻ ചോദിക്കുന്നു. ഈ മത്സരത്തിൽ വിജയിച്ച ഓൾഡ് സീനിയേഴ്സ് ടീമിന് എല്ലാവിധ ആശംസകളും, അതുപോലെ റണ്ണറപ്പ് ആയ ടീമിനും എൻ്റെ ഈ ചെയർമാൻ എന്ന നിലയിൽ ഉള്ള ആശംസകൾ അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ റണ്ണറപ്പായ നമ്മുടെ എല്ലാവർക്കും, കളിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഈ ശേഷം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു ദിവസം കമ്പനിയിൽ പോകുന്ന സമയത്ത് കാലിന് ചെറിയ പൊട്ടലുണ്ടായി നടന്നു പോകുന്ന സമയത്ത് എന്ത് പറ്റുന്ന അബ്ബാസ് എന്നോട് ചോദിച്ചു. ഞങ്ങളുടെ കമ്പനിയിൽ സേഫ്റ്റി ഓഫീസർ കൂടിയാണ് അബ്ബാസ്. അപ്പം അബ്ബാസ് ചോദിച്ചു എങ്ങനെ കാലിനെന്ത് പറ്റി ചോദിച്ചു. അപ്പം ഞാൻ എന്നോട് പറഞ്ഞു നമ്മുടെ നാടൻ പന്തയെ പറ്റി പുള്ളിയോട് പറയാനിടയായി. അപ്പം പുള്ളി അത് യൂട്യൂബിൽ ഞാൻ കാണിച്ചു കൊടുത്തു പുള്ളീനെ. അപ്പം പുള്ളി അതിൻ്റെ അന്നേരം പുള്ളിക്ക് ടൈമില്ലായിരുന്നു. അപ്പോൾ പുള്ളി അതിൻ്റെ ലിങ്ക് എന്നോട് വാട്സപ്പിൽ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. പുള്ളി അത് കാണുവാനും പുള്ളി ഇവിടെ കടന്നു വരുവാനും ആഗ്രഹമുണ്ടെന്നും പുള്ളി അറിയിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ ഒരു ദിവസം കഴിഞ്ഞ ആഴ്ച പുള്ളിയെ വിളിച്ച് പുള്ളി സൗദിയിൽ എന്തോ പുള്ളിയുടെ പേഴ്സണലായിട്ട് ആവശ്യത്തിന് പോകേണ്ടതുകൊണ്ട് പുള്ളിക്ക് വരാൻ സാധിച്ചില്ല. പുള്ളി ഇവിടെ വരാനും പുള്ളിക്ക് കളിക്കാനൊക്കെ ആഗ്രഹമുണ്ടെന്ന് പുള്ളി പറയാനിടയായി. അപ്പോൾ ഞാൻ പറഞ്ഞു പുള്ളി നമുക്ക് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കേരളത്തിലല്ല, ഇത് ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മൾ ഈ കളിയെ കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതിനുള്ള സപ്പോർട്ടാണ് പുള്ളി നമുക്ക് തരുന്നതായിരിക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ പുള്ളി എല്ലാവിധ സപ്പോർട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നമ്മളൊരു ബെഹറിൻ്റെ ടീം ഇവിടെ ഇറക്കാൻ വേണ്ടി പുള്ളി ചെയ്തായിരിക്കും.